നമസ്കാരം. നമസ്തേ. ഇറാൻ അമേരിക്ക ഇസ്രയേൽ യുദ്ധം പശ്ചിമേഷ്യയിൽ വലിയ തോതിൽ വ്യാപകമായിരിക്കെ എണ്ണയുടെ വില കുതിച്ചു കയറുകയാണ്. പലതരത്തിലും ഇനിയും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി വളരെ ഗൗരവമായ ചില പരാമർശങ്ങൾ നടത്തിയത്. ഒന്ന്, സ്വർണം ഉപയോഗിക്കുന്നത് കുറയ്ക്കണം, എണ്ണ ഉപയോഗിക്കുന്നത് കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗൗരവമായിട്ടുള്ള തുടങ്ങിയുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി. ഇത് എത്രമാത്രം പ്രായോഗികമാണ് ഇന്ത്യയിൽ? ഈ സ്വർണം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്, അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി, സാമ്പത്തിക സുരക്ഷിതത്തിന് വേണ്ടി നിക്ഷേപമായിട്ട് കരുതുന്ന സംഭവമാണ്. ഇതിന് നിയന്ത്രണം കുറയ്ക്കണം എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ കഴിയുമോ? അതുപോലെ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതും പ്രായോഗികമായി നടക്കാൻ കഴിയുമോ? അത്ര എളുപ്പത്തിൽ സ്വമേധയാ സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് ഞാൻ പറയുമ്പോഴും പെട്ടെന്ന് ഇന്നലെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് ശേഷം സ്വർണത്തിന്റെ വില താഴോട്ട് വന്നു. ഇന്ത്യയിൽ കച്ചവടം പതുക്കെ ഒന്ന് താഴോട്ട് പോയി എന്നൊക്കെയുള്ള സൂചനകളാണ് ഇന്നലത്തെ മാധ്യമ വാർത്തകളിൽ നിന്നും വരുന്നത്. പക്ഷെ ലോങ് റണ്ണില് അങ്ങനെ പ്രധാനമന്ത്രി ഒരു ആഹ്വാനം നടത്തിയത് കൊണ്ട് ആൾക്കാർ സ്വർണം വാങ്ങിക്കാതിരിക്കുവോ, അല്ലെങ്കിൽ കാറും ബൈക്കും ഉപയോഗിക്കാതിരിക്കുവോ, അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. അത് അത്ര ഒരു പ്രായോഗികമായ നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഈ രണ്ട് വസ്തുക്കൾ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യയുടെ ഇറക്കുമതിയിലെ ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി മാത്രം നമ്മൾ എടുത്താൽ അത് കഴിഞ്ഞ വർഷം $140 ബില്യൺ അടുത്ത് വരും. ക്രൂഡ് ഓയിൽ പ്ലസ് അതർ പെട്രോളിയം റിലേറ്റഡ് ഓയില് പ്ലസ് നാച്ചുറൽ ഗ്യാസ്, ഇതെല്ലാം കൂടെ ചേരുന്ന ഇറക്കുമതി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ $218 ബില്യൺ ഈ 3 വസ്തുക്കൾ കൂടെ വരും. നാച്ചുറൽ ഗ്യാസ്, അതുപോലെ ക്രൂഡ് ഓയില് പ്ലസ് അതർ മിനറൽ ഓയിൽസ്. ഭക്ഷ്യയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇനിയും സ്വർണത്തിന്റെ കാര്യം എടുത്താൽ കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ ഏതാണ്ട് $72 ബില്യൺ സ്വർണം ഇന്ത്യ ഇറക്കുമതി ചെയ്തു. ലോകത്തിലെ ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ഇവിടെ തൽക്കാലം നമുക്ക് എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെ കാര്യം അങ്ങ് വിടാം. LPG ഒന്നും അത് ഉപഭോഗം ഇനി വലുതായിട്ട് കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒന്നും ആൾക്കാരുടെ രീതികൾ, ഇപ്പം ഒരു കടയിലേക്ക് പോകാൻ ബൈക്കില്ലാതെ നടന്നു പോകുന്ന ആൾക്കാരെ ഇന്ന് ഞാൻ കാണാറില്ല. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞാൻ നടന്നു പോകുന്ന ആളാണ് അത്യാവശ്യമൊക്കെ. പക്ഷേ ഒരുപാട് ആൾക്കാരും എൻ്റെ കുടുംബത്തിൽ തന്നെ ഞാൻ കാണും, അവര് 10 മീറ്റർ പോലും നടക്കാത്ത ആൾക്കാർ ധാരാളം ഉണ്ട്. അവർ ബൈക്കിൽ മാത്രമേ പോകുള്ളൂ. കടയിൽ വന്നിട്ട് ബൈക്കിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ കൈയെത്തി കടക്കാരൻ്റെ അടുക്കയിൽ നിന്ന് പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷവും. കാരണം അവർ ബൈക്കിൽ നിന്ന് ഇറങ്ങാറില്ല. പണ്ട് ഈ സൈക്കിളജ്ഞം എന്നൊക്കെ പറയുന്ന പരിപാടികളുണ്ടായിരുന്നു. സൈക്കിളിൽ നിന്ന് 24 മണിക്കൂർ ഇറങ്ങുക, സൈക്കിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, സൈക്കിളിൽ ഇരുന്ന് കറങ്ങുക. അങ്ങനെ സർക്കസുകാർ നാട്ടിൻപുറത്തൊക്കെ വന്ന് സൈക്കിളജ്ഞം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇത്തരം കലാപരിപാടികൾ നടത്തും. സൈക്കിളിൽ ഇരുന്നുകൊണ്ട് കുറച്ച് അഭ്യാസം കാണിക്കും. ആൾക്കാർ വന്നിട്ട് അവർക്ക് പൈസ കൊടുക്കും. ഈ ഏതോ ഒരു മോഹൻലാൽ സിനിമയിലുണ്ട്, അത് സൈക്കിളിൽ ഇരുന്ന് പാട്ട് പാടും. രണ്ടുപേര് സൈക്കിളിൽ ഇരുന്നുകൊണ്ട് ഡാൻസ് പോലെ ഉള്ള ഒരു സംയോജിത സിങ്ക്രണൈസ്ഡ് മൂവ്മെന്റ്സ് നടത്തും. അപ്പോൾ അത്തരം കാലം കഴിഞ്ഞു പോയി. സൈക്കിൾ പോലും ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. പക്ഷെ സ്വർണത്തിന്റെ മുഖ്യ വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. സ്വർണത്തിന്റെ വിഷയത്തിൽ നമുക്ക് അത്യാവശ്യമല്ലാത്ത ഒരു വസ്തുവാണ് സ്വർണം. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു തരി സ്വർണം പോലും ഇല്ലെങ്കിലും എൻ്റെ ജീവിതത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പരമ്പരാഗതമായിട്ട് ഇന്ത്യയിൽ ഒരു സങ്കല്പമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ജനം വിശ്വസിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്, അതായത് ഒരു നിക്ഷേപ ഉപകരണമെന്ന് സാമ്പത്തിക ഭാഷയിൽ പറയുന്ന വസ്തുവാണ് സ്വർണം. കാരണം സ്വർണം എപ്പോൾ വേണമെങ്കിലും, ഒരു 10 പവൻ സ്വർണ്ണമുള്ള ഒരു കുടുംബത്തിന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ അവർക്ക് അതിൽ 2 പവൻ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോയി പണയം വെക്കാം, അതല്ലെങ്കിൽ വിൽക്കാം. അതല്ലെങ്കിൽ മറ്റു രീതിയിൽ സ്വർണം കയ്യിലുള്ള ഒരാളിനെ പണം കടം കൊടുക്കാൻ എല്ലാവരും തയ്യാറാവും. കാരണം അതൊരു ആളിൻ്റെ കയ്യിൽ ഒരു സോളിഡ് അസറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഇപ്പോൾ ഇതിൻ്റെ പിന്നില് സർക്കാർ പറയുന്നത്. അതായത് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ സ്വർണ്ണ ഉപഭോഗത്തിൻ്റെ 56%
മിഡിൽ ക്ലാസ് ആണ് സ്വർണം വാങ്ങിക്കുന്നത്. അതായത് ഒരു വർഷം 2 ലക്ഷം തൊട്ട് 10 ലക്ഷം രൂപ വരെ മാത്രം വരുമാനമുള്ള ചെറുകിട വരുമാനമുള്ളവരാണ് ഈ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിക്കുന്നതെന്നാണ് സർക്കാരിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ അവരെ ലക്ഷ്യമാക്കിയിട്ടായിരിക്കണം പ്രധാനമന്ത്രി നടത്തിയ ഒരു ആഹ്വാനം. ഈ ലോകത്തിലെ സ്വർണത്തിൻ്റെ 11% ഇന്ത്യയിലെ കുടുംബങ്ങളിലാണ്. ലോകത്തിലെ സ്വർണത്തിൻ്റെ, അതായത് ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ 36,000 ടൺ സ്വർണമാണ് ഇന്ത്യയിലെ കുടുംബങ്ങളിലുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും അധികം സ്വർണം ലോകത്തിലെ 10 പ്രധാനപ്പെട്ട സെൻട്രൽ ബാങ്കുകൾ, അതായത് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് പോലെ അമേരിക്കയുടെ ഫെഡറൽ റിസർവ് പോലെയുള്ള അങ്ങനെ 10 പ്രധാനപ്പെട്ട സെൻട്രൽ ബാങ്കുകളുടെ കൈവശമുള്ള സ്വർണം എല്ലാം കൂടെ കൂട്ടിയാലും ഇത്ര വരത്തില്ല. അത്ര ഭീമമായ സ്വർണ്ണ നിക്ഷേപമാണ് ഇന്ത്യയിലുള്ളത്. പണ്ട് വിദേശത്തു നിന്നും ആൾക്കാർ ഇന്ത്യയിൽ ആക്രമണം നടത്താൻ എത്തിയിരുന്നത്, ഇപ്പം മുഹമ്മദ് ഓഫ് ഗസ്നി, മുഹമ്മദ് ഓഫ് ഗോറ, ഇവരൊക്കെ വന്ന് ഇന്ത്യയുടെ സ്വർണ്ണ നിക്ഷേപം കണ്ടിട്ടാണ്. ക്ഷേത്രങ്ങൾ തൊട്ട് വീടുകളിൽ വരെ വലിയ സ്വർണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ, ചരിത്രാതീത കാലം തൊട്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 5 ലക്ഷം കോടിയാണോ 10 ലക്ഷം കോടിയുടെ സ്വർണ്ണമാണോ ഉള്ളതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അത് അവിടെ ഉണ്ടോന്ന് അറിയില്ല. അതും അന്വേഷിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. ശബരിമലയിൽ പരസ്യമായിട്ട് നടത്താൻ പറ്റുമെങ്കിൽ ഇവിടെയാണോ വലിയ പ്രശ്നം? വരും ദിവസങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പുതിയ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കളുടെ ഒരു ഓഡിറ്റ് അവർ നടത്തേണ്ടതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് പോട്ടെ, ഞാൻ നമ്മുടെ ചർച്ചയിൽ നിന്ന് വഴിമാറുന്നില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും എനിക്കിതിനകത്തിൽ പറയാനുള്ള ഒരു കാര്യം, ഈ സാധാരണക്കാരുടെ കൈവശം സ്വർണം ഉണ്ടോ എന്നൊക്കെ പറയുമ്പോഴും അതൊന്നുമല്ല എൻ്റെ വിലയിരുത്തലിൽ ഈ സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതും സ്വർണത്തിൻ്റെ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതും. അത് ഞാൻ വിലയിരുത്തുന്നത്, ഒന്ന്, ഇന്ത്യയിലെ സ്വർണ്ണ ബിസിനസ്സുകൾ, സമാന്തര സ്വർണ്ണ ബിസിനസ്, അതായത് കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള, അതുപോലെ കള്ളപ്പണത്തിൽ നിക്ഷേപിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സ്വർണം ഇന്ത്യയിൽ. സ്വർണം ഇന്ത്യയുടെ നിക്ഷേപത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് പറയുമ്പോഴും ഞാൻ പറയും അത് മുഖ്യമായിട്ടും കള്ളപ്പണം നിക്ഷേപിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ്. അത് സാധാരണക്കാരനോ അല്ല, ഇപ്പം ഞാൻ പറയുന്നത് സാധാരണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷം ഒരു 50 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഒരാളിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇത് കോടിക്കണക്കിന് രൂപ കൈവശമുള്ള, അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അഴിമതി പണം കോടികൾ കിട്ടുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അഴിമതി പണം കോടികൾ കൈവശം വരുന്ന രാഷ്ട്രീയക്കാർ, മറ്റു പല മേഖലകളിലെ ഇടനിലക്കാർ, ഇങ്ങനെയുള്ളവരൊക്കെ എപ്പോഴും സ്വർണത്തിലാണ് സൂക്ഷിക്കുന്നത്. ഈ നോട്ട് നിരോധനം ഒക്കെ വന്നതിന് ശേഷം പലരും നിക്ഷേപം സ്വർണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, പല ആൾക്കാർ പലയിടത്തും. അപ്പോൾ സ്വർണത്തിൻ്റെ നിക്ഷേപം പ്രധാനമന്ത്രി പറയുന്നത് പോലെ അത്ര ലളിതമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഇത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്നത് 72 ബില്യൺ US$ മൂല്യമുള്ള സ്വർണമാണെങ്കിൽ ഞാൻ പറയും ഒരു 50 ബില്യൺ, ഇതിൻ്റെ ഒരു 75% കൂടെ എങ്കിലും ഇന്ത്യയിൽ അനധികൃതമായിട്ട് സ്വർണം വരുന്നു. കാരണം നമ്മുടെ എയർപോർട്ടുകൾ വഴി, നമ്മുടെ പോർട്ടുകൾ വഴി വരുന്ന സ്വർണം, അതിന് കണക്കില്ല എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കേരളത്തിലെ കഴിഞ്ഞ സർക്കാരിൻ്റെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നടന്ന സ്വർണ്ണക്കടത്ത്, അതിൻ്റെ ഒരു വ്യാപ്തിയും ആഴവും പരപ്പും അങ്ങേക്കും അറിയാമല്ലോ. കാരണം ഒരു ചെക്കിങ്ങും ഇല്ലാതെ ഡിപ്ലോമാറ്റിക് ബാഗേജ് ആയിട്ട് പലതവണ സ്വർണം വന്നിട്ടുണ്ട്. അത് 1-2 കിലോ ഒന്നുമല്ല, അത് 200-500 കിലോ ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഈ കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ, എനിക്ക് തോന്നുന്നു ഒരു കൂടി വന്നാൽ ഒരു 8 വർഷം. ആ 8 വർഷത്തിന് മുമ്പ് മുംബൈ എയർപോർട്ടിൽ വെച്ച് 2000 കോടി രൂപ വിലമതിക്കുന്ന, അന്നത്തെ 2000 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം സ്ക്രാപ്പ് എന്ന രീതിയിൽ ഇറക്കുമതി ചെയ്ത ഒരു വ്യക്തി അറസ്റ്റ് ചെയ്ത, അയാൾ മലയാളിയായിരുന്നു, പെരുമ്പാവൂരുകാരനാണ്, പേര് ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്വർണം പിടിച്ചെടുക്കലായിരുന്നു. കസ്റ്റംസ് ഒരു ഇൻഫർമേഷനെ തുടർന്ന് പിടിച്ചെടുത്തതാണ്. ഈ സ്വർണം പിടിച്ചെടുക്കുന്ന എല്ലാം തന്നെ ഇൻഫർമേഷനെ തുടർന്നാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അല്ലാതെ പിന്നെ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് പിടിച്ചെടുക്കുന്നതല്ല. അതാണല്ലോ അതാണല്ലോ PV അൻവർ പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത്.
തീർച്ചയായിട്ടും പി വി അൻവർ, അതായത് ഈ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന വ്യക്തി ആലപ്പുഴക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര്, ഞാൻ ഈ പേരുകളെല്ലാം എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നില്ല. അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ സ്വർണ്ണക്കടകളിലൂടെ വിൽക്കുന്ന സ്വർണത്തിന്റെ രണ്ടിരട്ടിയെങ്കിലും സമാന്തരമായിട്ട് കച്ചവടം നടത്തുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ തരാം എന്ന് പറഞ്ഞ് ആരും അന്വേഷിച്ചില്ല. കാരണം ഇത് അന്വേഷിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ വിലയിരുത്തലിൽ ഇതിൽ സർക്കാർ സംവിധാനങ്ങളും പിന്നെ അതുപോലെ തന്നെ അതായത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിൽ അതുപോലെ പല പ്രമുഖ വ്യവസായികളും ഉൾപ്പെടുന്ന ഒരു നെറ്റ്വർക്കാണിത്. ഇപ്പൊ ഈ സ്വർണം കൊണ്ടുവരുന്നു. പക്ഷെ പല സ്വർണ്ണക്കടകളിലും നിങ്ങൾ നോക്കിയാൽ, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള പല സ്വർണ്ണക്കടകളിലും കച്ചവടമൊക്കെ ഡെയിലി വലിയ സ്വർണ്ണക്കടകളിൽ പോലും 5 പവനും 10 പവനും ഒക്കെ ആയിട്ടാണ് അവർ കാണിക്കുന്നത്. എത്ര സ്വർണ്ണക്കടകളിൽ നിന്നും യഥാർത്ഥത്തിൽ ബില്ല് കിട്ടും? പലപ്പോഴും അവരെ എഴുതി തരുന്ന ഒരു കടലാസ്, അതിന്റെ പുറകിൽ അവരൊരു സീലടിച്ച് അങ്ങനെയൊക്കെയാണ് സ്വർണത്തിന്റെ വ്യാപാരം നടക്കുന്നത്. ഈ സ്വർണത്തിന്റെ വ്യാപാരം കംപ്ലീറ്റ് ദുരൂഹതയാണ്. ഇതൊരു പിന്നെ എന്താണ്, ഒരു ദുരൂഹ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് ആക്കി എടുത്തിരിക്കുകയാണ്. അതിൽ ഒരുപക്ഷെ നിലനിൽക്കുന്ന നിയമങ്ങൾക്കൊരു പങ്കുണ്ട്. കാരണം ഇടയ്ക്ക് ഇറക്കുമതി, ഈ കള്ളക്കടത്ത് കൂടിയത് 15% നികുതി, സ്വർണം ഇറക്കുമതി ചെയ്യണമെങ്കിൽ 15% നികുതി അടയ്ക്കണം എന്ന് വന്നപ്പോഴാണ് സ്വർണ്ണ കള്ളക്കടത്ത് വലിയ ലാഭമായി. പിന്നീട് ഇപ്പോൾ അത് 6% കുറച്ചു. അപ്പൊ കുറച്ചപ്പം കള്ളക്കടത്ത് കുറച്ച് കുറഞ്ഞു. കാരണം ലീഗൽ റൂട്ടിലൂടെ ഇറക്കുമതി ചെയ്യാമല്ലോ 6% നികുതി കൊടുത്താൽ. ഇതൊക്കെ വരുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, ഈ നമ്മുടെ നാട്ടിലെ കടകളിൽ, സ്വർണ്ണക്കടകളിൽ അതുമായിട്ട് പിന്നെ അവയുടെ വളർച്ച ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്ലാക്ക് മണിയുടെ ഒരു പരപ്പും ആഴവും നമുക്ക് അറിയാം. ഇടയ്ക്ക് കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് അൽ മുത്താഹിദ് ജുവലറി എന്ന് പറയുന്ന ഒരു ജുവലറി പെട്ടെന്ന് കേരളത്തിൽ പലയിടത്തും കൂണുപോലെ അവരുടെ ബ്രാഞ്ചുകൾ വരാൻ തുടങ്ങി. ഞാൻ അന്തം വിട്ടിരുന്നിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്ത് ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ 1 കിലോമീറ്ററിനുള്ളിൽ അവരുടെ 3 കടകൾ ഞാൻ. സാധാരണ വലിയ ഒരു ജുവലറിയെ സംബന്ധിച്ച് 1 കിലോമീറ്ററിനുള്ളിൽ 3 കടകൾ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് വരിക, വന്നിട്ട് അവിടെ വലിയൊരു ക്യൂവും കാണാം. അതായത് ഈ ഒരു സ്വർണ്ണക്കടയുടെ ഉള്ളിൽ ആള് നിറഞ്ഞിട്ട് പുറത്തിങ്ങനെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന കാണുമ്പോൾ, ഇത് പണ്ടത്തെ കാലത്തൊക്കെ റേഷൻ കടയിൽ ആൾക്കാർ നിൽക്കുന്ന പോലാണ്, പലചരക്കടയിൽ നിൽക്കുന്ന പോലാണ്. അപ്പൊ ഇത്രയധികം കള്ളപ്പണം ഉണ്ടെന്നല്ലേ അതിന്റെ ഒരു സൂചന. പിന്നീട് മറ്റൊരു സുപ്രഭാതത്തിൽ ഈ കടകളെല്ലാം പൂട്ടിക്കിട്ടി. പിന്നെ കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ള സ്വർണ്ണക്കടകൾ പലതും കേരളത്തിൽ നിന്നാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കല്യാണ്, അതല്ലെങ്കിൽ പിന്നെ എന്താണ്, മറ്റ് ഒരുപാട് ജുവലറികളുണ്ട്. കേരളത്തിലെ ഇപ്പം ജോയ് ആലുക്കാസ്, ഇങ്ങനെ നിരവധി ജുവലറികളുണ്ട്. അവർ പെട്ടെന്ന് പണക്കാരാവും. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ വേഗതയിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ അവർ വലിയ ബിസിനസ്സുകാരാകുന്നു. ഇതിൽ ചിലർ നിലനിൽക്കുന്നു. ചിലരൊക്കെ പെട്ടെന്ന് കയറിയതുപോലെ ഈ റോക്കറ്റ് മേലോട്ട് പോയി താഴോട്ട് വരുന്ന പോലെ അതേ വേഗതയിൽ അപ്രത്യക്ഷമാകുന്നു. സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട ഈ വ്യാപാരത്തിൽ നിലനിൽക്കുന്ന ദുരൂഹത, അത് അവസാനിപ്പിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ വിചാരിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് എയർപോർട്ടുകളിലും പോർട്ടുകളിലൂടെ കടന്നു വരുന്ന സ്വർണമാണ് പലപ്പോഴും അതിന് പുറത്ത് വെച്ച് സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്ന ടീമുകളുണ്ട്, സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന ടീമുകളുണ്ട്. ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ എയർപോർട്ടിൽ നിന്നും പോർട്ടിലും കർശനമായ പരിശോധന ഉണ്ടെങ്കിൽ അനധികൃതമായ സ്വർണം ഇന്ത്യയിലേക്ക് കടക്കത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് കസ്റ്റംസിൻ്റെയും അതുപോലെ തന്നെ ഈ എയർപോർട്ടിലെ മറ്റു ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പരാജയമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാർ ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യം എയർപോർട്ടുകളും പോർട്ടുകളുമാണ്. ഇവിടുത്തെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ കർശനമായിട്ട് കൈകാര്യം ചെയ്യണം. ഇവരിൽ നിന്നും ഇത്തരം സ്വർണ്ണക്കടത്തും അതുപോലെ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ലോബികളെ കൃത്യമായിട്ട് പിടിക്കണം. ഈ സ്വർണം, മയക്കുമരുന്ന്, ഭീകരത, ഈ 3ഉം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള നെറ്റ്വർക്കുകളാണ്. ഞാൻ പറയുന്ന ഈ സാധാരണ പിന്നെ ഒരു 10 പവൻ ഒക്കെ വിൽക്കുന്ന ആളിനെ കുറിച്ചല്ല. ഞാൻ പറയുന്നത് കോടികൾ, ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വർണം ഇറക്കുമതി ചെയ്യുകയും അത് കച്ചവടം ചെയ്യുകയും
അതിന് വേണ്ട പണം കണ്ടെത്തുകയും ചെയ്യുന്നതാണ്. ഈ കള്ളപ്പണം ഇപ്പൊ ദുബായിലും അതുപോലുള്ള ഇപ്പൊ ദുബായ് മാറിയിട്ട് സ്വിറ്റ്സർലൻഡ് ആണെന്നാണ് പറയുന്നത് ഇന്ത്യയിലേക്ക് വരുന്ന സ്വർണം. അതോടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ സ്വർണം വാങ്ങിക്കാനുള്ള പൈസ എങ്ങനെ കിട്ടും? അവിടെ പോയി ഒരാൾ 100 കിലോ സ്വർണം വാങ്ങിക്കുന്നു. 100 കിലോ സ്വർണത്തിന്റെ വില അയാൾ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? ലീഗലി ഏൺഡ് മണി ആണോ? ഒന്നുമല്ല. പലയിടത്തു നിന്നും കളക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ പല ആൾക്കാർ ഒരുമിച്ച് നിന്ന് സ്വർണം വാങ്ങിക്കുന്ന പിന്നെ സാഹചര്യങ്ങളുണ്ട്. ദുബൈയിൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇപ്പം വാങ്ങൽ കുറഞ്ഞത്? അതെനിക്ക് തോന്നുന്നു ഇന്ത്യ UAE ബന്ധങ്ങൾ വളരെ ശക്തമാണ്. അത് മാത്രവുമല്ല, ഇന്ത്യയുടെ പിന്നെ എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻ അവർ ഇന്ത്യക്ക് സപ്ലൈ ചെയ്യും, തിരിച്ചും നമ്മളും കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദുബൈയിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. സ്വർണം വാങ്ങുകയാണെങ്കിൽ ആ പൈസയുടെ ഉറവിടം അവിടെ വെളിപ്പെടുത്തേണ്ടത്. സ്വിറ്റ്സർലൻഡിലെ കുറച്ചുകൂടെ ഇപ്പം സ്വിറ്റ്സർലൻഡിലേക്ക് സ്വർണം സോഴ്സിംഗ് സെന്ററായിട്ട് സ്വിറ്റ്സർലൻഡ് മാറി. അപ്പം ഞാൻ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ഒരു അനൗൺസ്മെന്റ് കൊണ്ട് ലളിതമായിട്ട് ഈ ഒരു സ്വർണത്തിന്റെ ഉപയോഗം കുറയുമെന്നോ ഇന്ത്യ അങ്ങനെ വിദേശ നാണ്യം ലാഭിക്കുമെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ അദ്ദേഹത്തിനെ ബ്രീഫ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാര് ഇതിന്റെ ഈ മേഖലയുടെ ഈ കള്ളപ്പണത്തിന്റെ ആഴവും പരപ്പും അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തിയിട്ട് കൃത്യമായ ഒരു നടപടിയിലേക്ക് ഈ മേഖലയിലേക്ക് നീങ്ങിയാൽ ഇന്ത്യയുടെ അഴിമതിക്കാരുടെ പണം വെളിയിൽ വരും, ഇന്ത്യയുടെ ഭീകര പ്രസ്ഥാനങ്ങൾക്ക് പിന്നെ ഫണ്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് വെളിയിൽ വരും, രാജ്യത്തിൻ്റെ വിലയേറിയ ഈ പിന്നെ വിദേശ നാണ്യം പുറത്തേക്ക് ഒഴുകാതിരിക്കും, മുഖ്യധാര സമ്പദ്ഘടനയിലേക്ക് സമാന്തര സമ്പദ്ഘടനയിലെ കുറേ അംശങ്ങളെങ്കിലും പിന്നെ ലയിക്കാനിടയാവും. അപ്പോൾ അത്തരം പ്രവൃത്തികളിലേക്ക് കേന്ദ്ര സർക്കാർ പോകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ അത്തരം എന്തെങ്കിലും നടപടികളുടെ സൂചനയാണോ ഈ പ്രസംഗം എന്നും നമുക്ക് സംശയിക്കാം. വൻതോതിൽ സ്വർണ്ണ വ്യാപാര മേഖലയെ ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ എന്തോ നടപടികൾക്ക് ഒരുങ്ങുകയാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം ഈ സ്വർണം കടന്നു വരുന്ന ഒരു റൂട്ട് ഇപ്പോൾ ബംഗാളായിരുന്നു. ബംഗ്ലാദേശ് വഴി സ്വർണം കടക്കാം. ബംഗ്ലാദേശ് വഴി പല കള്ളക്കടത്ത് സാധനങ്ങൾ വരുന്ന കൂട്ടത്തിൽ സ്വർണവും വലിയൊരു തോതിലുണ്ട്. അപ്പോൾ ഇന്നലെ ഈ ശുഭേന്ദു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി അദ്ദേഹം ഇട്ട ഉത്തരവ് ആ ബോർഡർ ഏരിയയിലെ ഭൂമി BSFന് ഫെൻസിങ്ങിനായിട്ട് കൈമാറുക എന്നുള്ളതാണ്. അതുപോലെ കള്ളക്കടത്തിനെതിരെ അവിടെ സമാന്തര ഈ കളക്ഷൻ സെന്ററുകൾ നശിപ്പിക്കാനുമുള്ള ഉത്തരവാണ് ആദ്യമായിട്ട് അയാൾ സൈൻ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ നടപടികൾ ഞാൻ കൂട്ടി വായിക്കുമ്പോൾ ഇനി കേന്ദ്ര സർക്കാർ ഈ സ്വർണ്ണ മേഖലയിലേക്ക് വലിയ നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടായിരിക്കണം പ്രധാനമന്ത്രി ഈ പ്രസംഗം നടത്തിയത്. പ്രധാനമന്ത്രി നടത്തുന്ന പ്രസംഗത്തിന് ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല, അതിൻ്റെ പിറകിൽ മറ്റൊരർത്ഥം ഉണ്ടാകാനുള്ള ഒരു വാണിംഗ് ആയിരിക്കണം അത് ആ മേഖലയിലുള്ളവർക്ക് മനസ്സിലായി കാണും, സാധാരണക്കാർക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും തീർച്ചയായും നമസ്കാരം.